മക്കളെ, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മുടെ റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻ പഠിക്കുന്നുണ്ട്, സീരീസ് പാരലൽ. അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള കീം എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റൻ നോക്ക്. ഇഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഈസ് മെയ്ഡ് ഓഫ് എ യൂണിഫോം വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ, then the equivalent resistance between the ends of a side. ഒരു ട്രയാംഗിൾ ഉണ്ട്. ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഉണ്ടാക്കിയത് ഒരു വയർ ഉപയോഗിച്ചിട്ടാണ്. ആ വയറിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആറാണ്. അപ്പോൾ ഓരോ സൈഡും R/3 ആയിട്ട് മാറും അല്ലേ? കാരണം ടോട്ടൽ റെസിസ്റ്റൻസ് ആറാണ്. അപ്പം 1/3 പീസിന്റെ റെസിസ്റ്റൻസ് R/3 ആയിരിക്കും. എന്നിട്ട് ചോദിച്ചത് ഒരു എഡ്ജിന്റെ എൻ പോയിന്റ്സ് എടുക്കുക. അപ്പോൾ എയും ബിയും എടുത്തോ, അതിനിടക്കുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. എയുടെയും ബിയുടെ ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസ് വരുന്നത് R/3 ആണ്. പിന്നെ വരുന്നത് രണ്ട് റെസിസ്റ്റൻസ് സീരീസിലാണ്. രണ്ട് റെസിസ്റ്റൻസ് സീരീസിൽ വരുമ്പം R/3യും R/3യും കൂടെ ആഡ് ചെയ്താൽ 2R/3 കിട്ടും. ഇപ്പൊ രണ്ട് റെസിസ്റ്ററുകൾ പാരലൽ വന്നില്ലേ, 2R/3യും R/3യും. അപ്പൊ ആൻസർ എങ്ങനെയാ കിട്ടുക? R ഇക്വലന്റ് കിട്ടാൻ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ വന്നാൽ R1 × R2/R1 + R2 ചെയ്താൽ മതി. R1 × R2 ചെയ്യുമ്പം R/3 × 2R/3 ഡിവൈഡഡ് ബൈ താഴെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് 6 വരും. അപ്പൊ ഒരു R അങ്ങ് ക്യാൻസൽ ആയി. ബാക്കി മുകളിൽ 2R, താഴെ 3 × 3 എത്ര വരും? 9 വരും. അപ്പൊ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാ? 2R/9 ആണ് നമുക്ക് വേണ്ട ആൻസർ. റെഡി അല്ലേ?